മത്സ്യത്തൊഴിലാളികൾ അവർ ഇന്നും പ്രയാസത്തിലാണ്. ആ പ്രയാസങ്ങൾ പരിഗണിക്കാൻ, അതിനെതിരെ പ്രതികരിക്കാൻ, അതിനെതിരെ പ്രതിഷേധിക്കാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ കക്ഷികളും മുന്നോട്ട് വരുന്നില്ല എന്നതാണ് ഖേദകരമായ സംഭവം. പൊന്നാനി ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിൽ ജീവനക്കാരായിരുന്ന 2 ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. പ്രതീക്ഷിക്കാം, ഇവർക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഉറപ്പില്ല. കാരണം ഈ ഉദ്യോഗസ്ഥന്മാർ വൻ അഴിമതിയാണ് ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ളത്. ഇതിൽ നിർമ്മാണ പ്രവൃത്തി നൽകിയ ഊരാളുകൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി, ഈ സൊസൈറ്റിയും ഇതിൽ വൻ അഴിമതിയാണ് നടത്തുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന്? എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ 10 വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ്. മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത്. പവൻ ഗോൾഡ്, തിരൂർ. മത്സ്യത്തൊഴിലാളികൾ കടലാക്രമണത്തിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സർക്കാർ പുനർഗേഹം പദ്ധതി എന്ന ഒരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിക്കുകയും മത്സ്യത്തൊഴിലാളികളെ സുരക്ഷിതമായി ഈ ഫ്ലാറ്റിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് 10 ലക്ഷം രൂപയാണ് സർക്കാർ ഈ പദ്ധതി പ്രകാരം പ്രഖ്യാപിച്ചത്. 10 ലക്ഷം ആവശ്യമുള്ളവർക്ക് 10 ലക്ഷം കൊടുക്കുകയും 10 ലക്ഷം ആവശ്യമില്ലാത്തവർക്ക് ഫ്ലാറ്റ് സമുച്ചയം ഫ്ലാറ്റിൽ സൗകര്യം നൽകുകയുമായിരുന്നു. 128 വീടുകൾ ഉൾപ്പെടുന്ന ഫ്ലാറ്റുകളാണ് പൊന്നാനി ഹാർബർ കോമ്പൗണ്ടിൽ നിർമ്മിച്ചിട്ടുള്ളത്. 16 ബ്ലോക്കുകളിലായി നിർമ്മിച്ചിട്ടുള്ള ഫ്ലാറ്റുകൾ 8 മാസം കഴിയുമ്പോൾ തന്നെ അത് പൊട്ടിപ്പൊളിഞ്ഞു താമസ യോഗ്യമല്ലാത്ത തരത്തിൽ മാറിയിരിക്കുകയാണ്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതം ജനങ്ങളെ അറിയിക്കുക എന്നുള്ളൊരു ബാധ്യത, ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിട്ടുള്ളത്. 128 ഫ്ലാറ്റുകൾക്ക് 500 ലിറ്റർ ഉൾക്കൊള്ളുന്ന 64 ടാങ്കുകളാണ്, പ്ലാസ്റ്റിക് ടാങ്കുകളാണ് ഈ ഭൂമിക്കടിയിൽ കുഴിച്ചു മൂടിയിട്ടുള്ളത്. പൊന്നാനി ഹാർബറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ അശാസ്ത്രീയമായ രീതിയിലാണ് കക്കൂസ് മാലിന്യ ടാങ്കുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ഈ ടാങ്കുകളാണ് അതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ടാങ്കുകൾക്ക് മുകളിലാണ് വെള്ളം നിൽക്കുന്നത്. എപ്പോഴും ഈ ടാങ്ക് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ ഉള്ളത്. മുകളിൽ നിന്നുള്ള മലവിസർജ്യം താഴത്തെ നിലയിലേക്ക് ഒഴുകിയെത്തുകയും താഴത്തെ നിലയിൽ താമസിക്കുന്നവർ അത് കൈകൊണ്ട് വൃത്തിയാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സർക്കാർ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ സുരക്ഷിതമായ മേഖലയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് അവർ കടൽക്കരയിൽ താമസിക്കുമ്പോഴാണ് അവർ സുരക്ഷിതരായിരുന്നത് എന്നാണ്. ഇവിടെ വന്നപ്പോൾ ആ സുരക്ഷിതത്വം പോയി. ഇന്ന് ഏത് സമയത്തും അപകടം സംഭവിക്കാവുന്ന തരത്തിലാണ് ഫ്ലാറ്റ്. അതിൻ്റെ ഉദാഹരണമാണ്. കാരണം പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായിട്ടുള്ള അവസ്ഥയിലാണ് ഇന്ന് ഫ്ലാറ്റുകളുള്ളത്. 28ഓളം ഫ്ലാറ്റുകൾ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. മാത്രമല്ല ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. അവിടെ കുടിക്കാൻ വെള്ളമുണ്ടോ? അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് കുടിക്കാൻ വെള്ളമുണ്ടോ? അവിടെ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അത് പാതി വഴിയിൽ അവസാനിച്ചിരിക്കാൻ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. ഇന്ന് ഹാർബറിൽ വരുന്ന ഒരുപാട് ആളുകളുണ്ട്, സഞ്ചാരികളായിട്ട് വരുന്ന. അവർക്ക് മൂക്കുപൊത്തി നടക്കാൻ കഴിയാത്ത അവസ്ഥയായി മാറിയിരിക്കുന്നു മാലിന്യങ്ങൾ. അവർക്ക് വേറെ സൗകര്യങ്ങളില്ല അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക്.
അവർക്ക് റോഡ് സൈഡിൽ അത് തള്ളുകയല്ലാതെ വേറെ മാർഗങ്ങളില്ല. ഈ മാലിന്യത്തിനെതിരെ ഈ മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനം ഒരുക്കണം എന്ന് കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഫിഷറീസ് വകുപ്പ് മന്ത്രിക്ക് ഞാൻ കൊടുത്ത ഒരു പരാതിയാണിത്. ഈ പരാതിയിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, അതായത് പുനർഗേഹം പദ്ധതി ആ ഫ്ലാറ്റ് സമുച്ചയം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ബന്ധപ്പെട്ട, അതായത് ഹാർബർ ചീഫ് എഞ്ചിനീയർക്കും ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കളക്ടർക്കും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ മത്സ്യത്തൊഴിലാളികൾ ഇന്നും പ്രയാസപ്പെട്ടുകൊണ്ട് ഈ ഫ്ലാറ്റുകളിൽ താമസിച്ചു വരികയാണ്. ഇവരുടെ ദുരിതം കേൾക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾ തയ്യാറാവുന്നില്ല എന്നാണ് ഈ ഒരു പരാതിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത്. ഈ ഫ്ലാറ്റിലെ ബുദ്ധിമുട്ടുകൾക്കെതിരെ, പ്രയാസങ്ങൾക്കെതിരെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടപടികൾ ഇല്ലാതെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർക്ക് പരാതി നൽകി. ബഹുമാനപ്പെട്ട ഗവർണർ ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർക്കും പരാതി നൽകി. തുടർ നടപടിക്ക് വേണ്ടി ഗവർണർ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾ അവർ ഇന്നും പ്രയാസത്തിലാണ്. ആ പ്രയാസങ്ങൾ പരിഗണിക്കാൻ, അതിനെതിരെ പ്രതിഷേധിക്കാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ കക്ഷികളും മുന്നോട്ട് വരുന്നില്ല എന്നതാണ് ഖേദകരമായ സംഭവം. സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് നടപടികളില്ലാതെ വന്നപ്പോൾ ഞാനത് വിജിലൻസിന് കൊടുത്തു. വിജിലൻസ് ഡയറക്ടർക്ക് പരാതി കൊടുത്തു. വിജിലൻസ് ഡയറക്ടർ ആ വിഷയം അന്വേഷിക്കാൻ ഉത്തരവിട്ടു. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് പൊന്നാനി ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിൽ ജീവനക്കാരായിരുന്ന 2 ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. പ്രതീക്ഷിക്കാം, ഇവർക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഉറപ്പില്ല. കാരണം ഈ ഉദ്യോഗസ്ഥന്മാർ വൻ അഴിമതിയാണ് ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ളത്. ഇതിൽ നിർമ്മാണ പ്രവൃത്തി നൽകിയ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി, വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ, ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ, എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റ് ഉപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം CV റോഡ്, പൊന്നാനി. ഈ സൊസൈറ്റിയും ഇതിൽ വൻ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്. എനിക്ക് ബഹുമാനപ്പെട്ട പത്രക്കാരോട് പറയാനുള്ളത്, ആ ഫ്ലാറ്റ് സമുച്ചയം ഏത് നിമിഷവും അപകട സാധ്യതയുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയമായി മാറിയിരിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ ജീവഹാനി സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ രീതിയിൽ ആ ഫ്ലാറ്റ് അവിടുന്ന് പൊളിച്ചു മാറ്റിക്കൊണ്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ചെലവിൽ തന്നെ ആ ഫ്ലാറ്റുകൾ ശാസ്ത്രീയമായ രീതിയിൽ പുനർനിർമ്മിക്കുകയും സുരക്ഷിതമായി അന്തിയുറങ്ങാൻ മത്സ്യത്തൊഴിലാളികൾക്ക് സൗകര്യം ഒരുക്കുകയും ചെയ്യണം. 2027 വരെയും ഈ ഫ്ലാറ്റിൻ്റെ പരിപാലനം സർക്കാരും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയും തമ്മിലുള്ള കരാറിൽ പറഞ്ഞിട്ടുള്ളത് 2027 വരെയും ഈ ഫ്ലാറ്റിൻ്റെ പരിപാലനം ഈ സൊസൈറ്റിക്ക് ഉണ്ടെന്നാണ്. എന്നാൽ ഇത്രയും ഗുരുതരമായ അവസ്ഥ വിശേഷം ഈ ഫ്ലാറ്റുകളിൽ ഉണ്ടായിട്ട് അവിടേക്ക് തിരിഞ്ഞു നോക്കാൻ അവിടെ ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരോ മറ്റോ തയ്യാറായിട്ടില്ല എന്നാണ്. അവിടെ ഒരു പ്രാവശ്യമാണ് എൻ്റെ പരാതിയിൽ അവിടെ വന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ചുമരുകൾ പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ അതിനെതിരെ പൊന്നാനി ഹാർബറിൽ ഞാൻ നൽകിയ പരാതിയുടെ ഭാഗമായി ഹാർബർ എഞ്ചിനീയർ ഉദ്യോഗസ്ഥന്മാർ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുകയും അതിൻ്റെ ഭാഗമായി അവർ ആ ഫ്ലാറ്റ് സന്ദർശിക്കുകയും അവിടെ പുറത്ത്, അതായത് ആ ഫ്ലാറ്റിൻ്റെ പുറത്ത് ഒരു മിനുക്കുപണി നടത്തുകയുമാണ് ചെയ്തത്. എന്നാൽ ആ മിനുക്കുപണി നടത്തിയ ഭാഗവും ഇന്നും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ബഹുമാനപ്പെട്ട പത്രക്കാർ അവിടെ കയറിയിട്ട് അവിടുത്തെ സ്ഥിതിവിശേഷം നിങ്ങൾ മനസ്സിലാക്കണം, സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ശുദ്ധജലത്തിന് വേണ്ടി അവിടെ നിർമ്മിക്കപ്പെട്ടുള്ള കിണർ ഇന്ന് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഒരു തുള്ളി വെള്ളം പോലും അവിടുന്ന് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതെല്ലാം പേറിക്കൊണ്ട് അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അവിടെ പ്രയാസപ്പെട്ട് ജീവിക്കുകയാണ്. ഞാൻ ഇന്ന് ഈ 3ാം നിലയിലേക്ക് 2 ആളുകളുടെ സഹായത്താൽ കയറി വന്നത് എൻ്റെ ആവശ്യം നിങ്ങളുടെ മുമ്പിൽ പറയാനല്ല.
അവിടുത്തെ ദുരിതം അനുഭവിക്കുന്ന നീറുന്ന നിരാലംബരും അശരണരുമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രയാസങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്, ഇത് കണ്ടില്ല എന്ന് നടിക്കരുത്. അടിയന്തരമായി സർക്കാരിൻ്റെ ഇടപെടൽ ഈ വിഷയത്തിലുണ്ടാവണം. അവിടെ എന്തൊക്കെയാണ് സർക്കാർ ചെയ്യാൻ പറ്റുന്നത് ആ കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യുകയും അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിതമായിട്ടുള്ള ജീവിത സൗകര്യം ഒരുക്കണം എന്നുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വിശാലമായ സൗകര്യത്തോടും കുറഞ്ഞ ചിലവിലും പൊന്നാനിയിലെ പ്രസവാനന്തര വിശ്രമ കേന്ദ്രം മമ്മ റെസ്റ്റ് പ്രസവാനന്തര വിശ്രമ കേന്ദ്രം കുറ്റിക്കാട് പൊന്നാനി.